Welcome back to a new video lecture, and in this lecture we discuss a new topic, and that is regarding the geological part of site investigation for the construction of dams, then reservoirs and tunnels. So moving on to the first one, that is regarding dams. So actually, what is the purpose of a dam, or why we are constructing these dams? We know that it's a solid barrier constructed at a suitable location across a river valley. അപ്പം നമുക്ക് ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഡാം എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കാണും. അടുത്ത സ്റ്റേജിൽ ഇത് എത്രത്തോളമാണ് നമ്മളൊരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കേസസ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ സോളിഡ് ബാരിയർ കൺസ്ട്രക്ട് അറ്റ് എ സ്യൂട്ടബിൾ ലൊക്കേഷൻ അക്രോസ് എ റിവർ വാലി. നമുക്കറിയാം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു റിവർ വാലിക്ക് അക്രോസ് ആയിട്ട് നമ്മളൊരു ബാരിയർ പോലെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സം പർപ്പസസ് ആർ മെൻഷൻ ഹിയർ: ഹൈഡ്രോ പവർ എനർജി, വാട്ടർ ഫോർ ഇറിഗേഷൻ, then domestic and industrial water supply and flood control. These are some of the purposes of these dams. So classified on the basis of design of construction, material of construction, then size of construction. നമുക്ക് ഡാംസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഏത് ഡിസൈൻ്റെ ബേസിലാണ്, അപ്പം അതിനകത്തുള്ള എക്സാമ്പിൾസ് ആണ് ഗ്രാവിറ്റി ഡാം, ആർച്ച് ഡാം ഒക്കെ. ഇടുക്കി ഡാം ആർച്ച് ഡാമിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ, ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ കാണാം കോൺക്രീറ്റ്, എർത്ത് ഫിൽ, റോക്ക് ഫിൽ, അങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ സൈസ് ഓഫ് കൺസ്ട്രക്ഷൻ, ചിലപ്പം ചെറുതാകാം, ചിലപ്പോൾ വലിയ ഡാംസസ് ആകാം. അപ്പം ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഡാംസസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. Then moving on to the geotechnical consideration, exact location along the longitudinal profile of river, then type of dam, availability, cost and quality of construction materials required. അപ്പം ജിയോ ടെക്നിക്കൽ ആസ്പെക്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഏത് ലൊക്കേഷനാണ് നമ്മൾ എടുക്കുന്നത്, അതുപോലെ ഏത് ടൈപ്പ് ഡാമാണ് എടുക്കുന്നത്, ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എത്രത്തോളം കോസ്റ്റ് ആവുന്നു മെറ്റീരിയൽസ്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ ആസ്പെക്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് വൺ, ദ സെലക്ഷൻ ഓഫ് സൈറ്റ്. നമ്മൾ ഡാമിൻ്റെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്ന സൈറ്റിൻ്റെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്. ടോപ്പോഗ്രഫിക്കലി ഉണ്ട്, ടെക്നിക്കലി ഉണ്ട്, കൺസ്ട്രക്ഷൻ, ദെൻ ഇക്കണോമിക്കലി ആൻഡ് എൻവയോൺമെൻ്റലി. ടോപ്പോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പർപ്പസ് സെലക്റ്റഡ്, നാരോ ഗേജ്, സ്മോൾ വാലി വിത്ത് ഇനഫ് ക്യാച്ച്മെൻറ്റ് ഏരിയ. ദെൻ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്, ഇംപെർമബിൾ, സ്റ്റേബിൾ. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു സൈറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന പർപ്പസിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം. ദെൻ കൺസ്ട്രക്ഷൻ നോക്കിയാൽ ഷുഡ് ബി ക്ലോസർ ടു മെറ്റീരിയൽസ് ഓഫ് കൺസ്ട്രക്ഷൻ. നമുക്ക് മെറ്റീരിയൽസ് വളരെ പെട്ടെന്ന് എത്തക്ക രീതിയിലുള്ള ഒരു പ്ലേസ് ആയാൽ വളരെ നല്ലതാണ്. ദെൻ ഇക്കണോമിക്കലി ബെനിഫിറ്റ്സ് ഓഫ് എ ഡാം ഷുഡ് ബി റിയലിസ്റ്റിക് ആൻഡ് ജസ്റ്റിഫൈഡ് അക്കോർഡിംഗ് ടു ദ പർപ്പസ്. ദെൻ എൻവയോൺമെൻറ്റ്, നോ ഇക്കോളജിക്കൽ ഡിസോർഡർ, ഫിഷ് കൾച്ചർ ആൻഡ് സ്ട്രീംസ്. ഓക്കെ, അതായത് നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് എൻവയോൺമെൻറ്റിന് പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആവുന്ന രീതിയിൽ ഒരിക്കലും കൺസ്ട്രക്ട് ചെയ്യരുത്. Then some of the geological investigations is, first one is regarding the geology of the area. The preliminary geology survey of catchment area, detailed mapping of the reservoir area to be conducted to find out main topographic features, natural drainage patterns, stratification, folding, faulting, etc., weathering and erosion history of the area. നമ്മൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഒരു സൈറ്റിലൊക്കെ ചെന്ന് നമ്മളൊരു ഇനീഷ്യൽ ആ പറയുന്ന ലൊക്കേഷൻ്റെ കാര്യങ്ങൾ, ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന കുറച്ച് സർവേ ഡീറ്റെയിൽസ്, അപ്പം അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കവറപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മെയിൻ ടോപ്പോഗ്രഫിക് ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. അതുപോലെ നാച്ചുറൽ ഡ്രെയിനേജ് പാറ്റേൺസസ് എങ്ങനെയാണ്, ഓൾറെഡി അവിടെ എക്സിസ്റ്റിംഗ് ആ ഏരിയയിലുള്ള നാച്ചുറൽ ഡ്രെയിനേജ് പാറ്റേൺ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഫോൾഡിങ്, ഫോൾട്ടിങ് തുടങ്ങിയ കേസസും നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. which gives the topographically and economically suitable location for detailed investigations. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന ഏരിയനെ പറ്റി കുറച്ചുകൂടെ ധാരണ കാര്യങ്ങൾ കിട്ടും. എങ്ങനെയായിരിക്കും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ ഏരിയ, കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കും. Then moving on to the geology of the site, lithology, the study of the type of rocks that make up the area.
അപ്പം അവിടുത്തെ ഏരിയയിൽ നമുക്ക് അവിടുത്തെ റോക്സ് ടൈപ്പിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ സ്റ്റഡി ഔട്ട് ചെയ്യണം. റിവീൽസ് ദ ടൈപ്പ്, composition, texture of the rocks exposed along the valley floor walls and up to the required depth, igneous or sedimentary or metamorphic, prevalent type or subtype, number of classes of rocks existing in the area, complex lithology process, challenging design problems. അതായത് നമ്മൾ അവിടുത്തെ റോക്സിൻ്റെ കാര്യം, നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഒരുപാടധികം കാര്യങ്ങൾ ഈ പറഞ്ഞ ഡാം കൺസ്ട്രക്ഷന് ആവശ്യകതയായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ റോക്കിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഇൻ കേസ് അതൊരു കോംപ്ലക്സ് നേച്ചർ ആണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മൂവിങ് ഓൺ ടു ദ സ്ട്രക്ചേഴ്സ്. ദ ഡീറ്റെയിൽഡ് മാപ്പിംഗ് ഓഫ് ദ പ്ലെയിൻസ് ഓഫ് വീക്ക്നെസ്സസ്, ബെഡിങ് പ്ലെയിൻസസ്, സീസോസിറ്റി, ഫോളിയേഷൻ, ക്ലീവേജ്, ഷിയർ സോൺ, fault, fault zone, folding. Each of these features modify engineering properties of rocks. Example, the joints are safe when developed profusely and of open type, harmful when sparsely developed and of closed type. Shear zones detected and treated with caution. അതായത് നമ്മൾ അടുത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ ഫോൾട്ടിങ് അങ്ങനെയൊക്കെയുള്ള കേസസ് നമ്മൾ കണ്ടിരുന്നു. എന്താണ് ബെൻഡിങ് കാര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഫ്രാക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഹാപ്പൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിന് എന്ത് പ്രോപ്പറായിട്ട് നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളും കൂടെ നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഡിപ്പ് ആൻഡ് സ്ട്രൈക്ക്. ഗ്രേറ്റർ സ്ട്രെങ്ത് വെൻ സ്ട്രെസ് ആർ നോർമൽ ടു ബെഡിങ് പ്ലെയിൻസസ്. ഹൊറിസോണ്ടൽ ബെഡ്സസ് ഓഫർ ബെസ്റ്റ് സപ്പോർട്ട് ഫോർ dam. Gently upstream dipping layers offer best resistance to resultant forces in a dam. Strike parallel to dam axis, dip downstream most unfavorable. അപ്പം ഡിപ്പിൻ്റെയും സ്ട്രൈക്കിൻ്റെയും കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിപ്പ് ഹൊറിസോണ്ടലി മേക്ക് ചെയ്യുന്ന ആ ഇൻക്ലിനേഷൻ എത്രത്തോളമാണ്, അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലൊപ്പം തന്നെ സ്ട്രൈക്ക് പാരലൽ ടു ഡാം ആക്സിസ്, ഡിപ്പ് ഡൗൺ സ്ട്രീം, ഇത് ഒരു അൺഫേവറബിൾ കണ്ടീഷനാണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ അത് അൺഫേവറബിൾ ആണ്. ഓക്കെ, അപ്പോൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോയിൻറ്റ്സസ് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, ഈ പോയിൻറ്റ്സിനെ കുറച്ചുകൂടെ എലാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. കറക്റ്റ് പോയിൻറ്റ്സസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോയിൻറ്റ്സിനെ കുറച്ചുകൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ some more features like fault fold joints. The faulted rocks are generally shattered along the rupture surface, requires great caution in calculating design strength in various sections, more liable to earthquake shocks. Sites with fault zone, shear zones avoided for dam foundation. So faultൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ഷിയർ സോൺസ് അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സൈറ്റ് ആണെങ്കിൽ ഈ പറയുന്ന അവോയ്ഡ് ചെയ്യുമായിരിക്കും ബെറ്റർ. Then faults is stressing of limbs, shattering and jointing along axial planes, aligned along axial regions, that is going to be unsound rocks, singling bent dams on upstream limbs show leakage. Then നമ്മൾ ഫോൾഡിൻ്റെ കേസ് കണ്ടു, ബെൻഡ് ചെയ്യുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ കേസ് പറയുന്നത് സ്ട്രെസ്സിങ് ഓഫ് ലിം, ഷാറ്ററിങ്, ജോയിനിങ് അലോങ് ആക്സിയൽ പ്ലെയിൻസസ്. ദെൻ അലൈൻഡ് അലോങ് ആക്സിയൽ റീജിയൻസിന് അലൈൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് അൺസൗണ്ട് റോക്സ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ സിംഗ്ലിൻ ബെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാംസ് ഓൺ അപ്സ്ട്രീം ലിംസ് ഷോ ലീക്കേജ് ഫീച്ചേഴ്സ് ആയിരിക്കും ഷോ ചെയ്യുന്നത്. ജോയിൻസസ്, ജോമെട്രി, ഇൻറ്റൻസിറ്റി ഓഫ് ജോയിൻസസ്, കണ്ടിന്യൂറ്റി വിത്ത് ഡെപ്ത് ഓൾ ആർ തറോലി ഇൻവെസ്റ്റിഗേറ്റഡ്. ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ജോയിൻറ്റിൻ്റെ കേസ് ആയാലും നമ്മൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യും. മൈക്രോ ജോയിൻസ് കുഡ് ബി എ സോഴ്സ് ഓഫ് മെനി റോക്സസ്. ഓക്കെ, സ്യൂട്ടബിലിറ്റി ഓഫ് റോക്സസ്, ഇഗ്നസ്, സെഡിമെൻ്ററി ആൻഡ് മെറ്റമോർഫിക്. എത്രത്തോളമാണ് ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി? First one is igneous, possess very high compressive strength, shear strength and elastic modulus. Impermeable when undisturbed by faulting, weathering, erosion. Okay, then sedimentary case examples is sandstone, limestone, shales. Then metamorphic exhibits greatest variation times suitable to dam sites. Ideal rocks, hard, compact, thoroughly crystalline, well massive. അപ്പം ഈ പറയുന്ന റോക്സസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ എത്രത്തോളമാണ് ഈ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ദെൻ മൂവിങ് ഓൺ ടു ദ റിസർവോയേഴ്സ്. ദ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് വാട്ടർ സ്റ്റോറേജ് ബേസിൻസ്, അതായത് മനുഷ്യനിർമ്മിതമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇതാണ് ആർട്ടിഫിഷ്യലി ഉദ്ദേശിക്കുന്നത്. മീൻസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിസർവോയേഴ്സ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ഡിപ്പെൻഡിങ് ഓൺ ദ പർപ്പസ്.
ഓക്കെ, അതിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോറേജ് ആൻഡ് കൺസർവേഷൻ റിസർവോയർ. റിവർ വാട്ടർ ഈസ് സ്റ്റോർഡ് ബൈ ക്രിയേറ്റിംഗ് ബാരിയേഴ്സ് ഓർ ഡാംസ് ഇൻ ഇറ്റ്സ് പാത്ത്, ഫീഡ്സ് ദ കനാൽസ് ഫോർ ഇറിഗേഷൻ ആൻഡ് പവർ ജനറേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റോറേജ് ആൻഡ് കൺസർവേഷൻ റിസർവോയർ, അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരവസ്ഥ. അപ്പം ഈ പറയുന്ന ഡാംസസ് കാര്യങ്ങളായിരിക്കും ഈ റിവർ വാട്ടർ ഒഴുകുന്നതിൻ്റെ ഇടയിൽ ബാരിയർ പോലെ കൺസ്ട്രക്ട് ചെയ്യുന്നു, എന്നിട്ട് കനാൽ സിസ്റ്റത്തിനകത്തേക്കൊക്കെ പ്രൊവൈഡ് ചെയ്യപ്പെടും. ദെൻ ഫ്ലഡ് കൺട്രോൾ റിസർവോയേഴ്സ് അക്കോമഡേറ്റിംഗ് ലാർജ് വോളിയംസ് ഓഫ് സർപ്ലസ് വാട്ടർ ഡ്യൂറിങ് പീക്ക് ഫ്ലോ ടൈം ഓഫ് റിവർ. അതായത് ഒരുപാട് വെള്ളം പോകുന്ന സമയത്ത് ഈ പറയുന്ന കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നു. ദെൻ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയേഴ്സ്, സ്മോൾ സ്റ്റോറേജ് റിസർവോയേഴ്സ് വിച്ച് ഹോൾഡ് വാട്ടർ സപ്ലൈസ് ഇൻ എ വാട്ടർ സപ്ലൈ സിസ്റ്റം ഫോർ ഷോർട്ട് സ്പെൽ ഓഫ് ടൈം. കുറച്ച് ഒരു ടൈം പീരീഡിലേക്ക് നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ഒരു കേസാണ് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയേഴ്സ്. Then moving on to the next case, that is the geological investigations. The area should possess geological characteristics that to favor holding of water hold ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള റീജിയൻ ആയിരിക്കണം എടുക്കുന്നത്. ദെൻ ടോപ്പോഗ്രഫിക്കലി ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻസ് നമുക്കതിനെ മീൻസ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ബ്രോഡ് നാച്ചുറൽ വാലി എൻഡിങ് ഇൻ നാരോ ഗ്രോച്ച് വേർ എ ബാരിയർ കുഡ് ബി പ്ലേസ്ഡ്. യു ഷേപ്ഡ് ഗ്ലേഷ്യൽ ഓർ ബി ഷേപ്ഡ് റിവർ or broad syncline valley preferred. Flatlands and plains cannot make convenient places for reservoirs. അപ്പോൾ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം യൂഷ്വലി അതിൻ്റെ ഒരു ഷേപ്പ് പാറ്റേണിൻ്റെ കേസാണ് പറഞ്ഞത്. നാച്ചുറൽ വാലി ആയിരിക്കണം, അതുപോലെ തന്നെ ബി ഷേപ്ഡ് റിവർ, ബ്രോഡ് സിങ്ക്ലൈൻ, അതിൻ്റെ ഒരു ഷേപ്പ് പാറ്റേൺസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ലാൻഡ് ആൻഡ് പ്ലെയിൻ കനോട്ട് മേക്ക് എ കൺവീനിയൻറ്റ് പ്ലേസസ് ഫോർ. ആ ഒരു റീജിയനും കാര്യങ്ങളും നമുക്ക് ഒരിക്കലും ഈ പറയുന്ന പോലെ ഒരു കൺവീനിയൻറ്റ് മീൻസ് ഈ പറയുന്ന റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടൊരു അത്ര നല്ലൊരു ഏരിയ ആയിരിക്കില്ല. നെക്സ്റ്റ് വൺ, ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻസ് മസ്റ്റ് ബി തറോലി സ്റ്റഡീഡ് ഫോർ ദ ആക്യുറേറ്റ് ഇവാലുവേഷൻ ഓഫ് സ്റ്റോറേജ് കപ്പാസിറ്റി. എത്രത്തോളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു, അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. ദെൻ നമുക്കതിനെ വാട്ടർ ടേബിൾ ആൻഡ് ടോപ്പ് റിസർവോയർ ലെവൽ. വാട്ടർ ടേബിളിൻ്റെ ലെവല് ടോപ്പ് റിസർവോയർ ലെവലിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഫേവറബിൾ സിറ്റുവേഷൻ ആണ്. അത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ വെച്ചിട്ടാണ്, മീൻസ് ആ ഒരു ക്ലാസിഫിക്കേഷനും കാര്യങ്ങളാണ്. അപ്പം നോ റിസ്ക് ഓഫ് വാട്ടർ ലോസ് ഫ്രം റിസർവോയർ. ഇനി ലെസ് ദാൻ ആണെങ്കിൽ വാട്ടർ വുഡ് ബി ലോസ് ടു സറൗണ്ടിങ് ആൻഡ് അഫക്ട്സ് ദ സ്റ്റോറേജ്. അപ്പോൾ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ വിത്ത് റെസ്പെക്ട് ടു ദ ടോപ്പ് റിസർവോയർ ലെവൽ, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. മീൻസ് ഇത് കൺസ്ട്രക്ഷന് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. വാട്ടർ ടേബിൾ ഈക്വൽ ടു ടോപ്പ് റിസർവോയർ ലെവലാണെങ്കിൽ ഐഡിയൽ സിറ്റുവേഷൻ, നോ ഗെയിൻ നോ ലോസ് കണ്ടീഷൻ. പൊസിഷൻ ഓഫ് വാട്ടർ ടേബിൾ ഓൾ അലോങ് ദിസ് മസ്റ്റ് ബി തറോലി എസ്റ്റാബ്ലിഷ്ഡ്. അപ്പം വാട്ടർ ടേബിളിൻ്റെ പൊസിഷനും കാര്യങ്ങളും നമ്മൾ നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് പെർമബിലിറ്റി. ക്രിട്ടിക്കൽ പ്രോപ്പർട്ടി ഇൻ ഏരിയാസ് വെയർ വാട്ടർ ടേബിൾ ബിലോ ദ മിനിമം water level of reservoir when water loss from the reservoir could be expected. To calculate possible loss due to expected seepage and suggest methods of treatment of rocks. Permeability due to porous texture of rocks, structural deformation of rocks. അപ്പോൾ പെർമിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറിൻ്റെ കേസ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എത്രത്തോളം ലോസ് ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡ്യൂ ടു എക്സ്പെക്റ്റഡ് സീപ്പേജ് ആൻഡ് സജസ്റ്റഡ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫ് റോക്സ്. അതായത് സീപ്പേജോ കാര്യങ്ങളോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഈ പറയുന്ന നമ്മൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടതാണ്. അപ്പം പെർമിബിലിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഡ്യൂ ടു പോറസ് ടെക്സ്ചർ ഓഫ് ദ റോക്സ്, സ്ട്രക്ചർ ഡിഫോർമേഷൻ, ഈ പറയുന്ന കാലക്രമേണയുള്ള ഡിഫോർമേഷനും കാര്യങ്ങളെല്ലാം ഇതിനെ ബാധിക്കാം പെർമിബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്. സ്ട്രക്ചറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഏരിയ ടു ഐഡൻറ്റിഫൈ സോൺസ് ലൈബിൾ ടു ഫെയിലിയർ ബൈ സ്ലൈഡിംഗ്, ക്രീപ്പ് ഓർ സബ്സിഡൻസ്. ദെൻ എക്സാമ്പിൾ ഇറ്റ്ലി സ്ലിപ്പേജ് ഓഫ് മില്യൺസ് ഓഫ് ക്യൂബിക് മീറ്റർ ഓഫ് മാസ്. അതായത് ഈ പറയുന്ന ഏരിയാസ് ക്രീപ്പ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സബ്സിഡൻസ് സ്ലൈഡിങ് അങ്ങനെയൊക്കെ സംഭവിച്ച ഏരിയ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ദെൻ ട്രെൻഡ് ആൻഡ് റേറ്റ് ഓഫ് വെതറിങ് ഇൻ ക്യാച്ച്മെൻറ്റ് ഏരിയ ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് റിസർവോയർ. എന്തിനാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം അതിന് പഴക്കമുണ്ട്. ഇഫ് മെയ്ഡ് ഓഫ് വെതേർഡ് ബാരൻ സ്ലോപ്സ് റൺ ഓഫ് ആൻഡ് ദ സ്ലോപ്പ് വാഷ് കോൺട്രിബ്യൂട്ട്സ് ഹെവി ലോഡ് ഓഫ് സെഡിമെൻറ്റ്സ്, ഡിക്രീസ് ദ എഫക്റ്റീവ് സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് റിസർവോയർ. അതായത് ഇതിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, ഈ പറയുന്ന ഹോൾഡ് ഡൗൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, എങ്ങനെയാണത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. Stable rock slopes with thick forest and vegetation, ideal catchment area for reservoir.
അപ്പം ഒരു ഐഡിയൽ സ്റ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേബിൾ റോക്ക് സ്ലോപ്സ് വിത്ത് തിക്ക് ഫോറസ്റ്റ് ആൻഡ് വെജിറ്റേഷൻ, അങ്ങനെയുള്ളൊരു റീജിയൻ വളരെ ഐഡിയൽ ആയിരിക്കും.